ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും lifestyledisorders.com-ലേക്ക് സ്വാഗതം. ഇന്ന് lifestyledisorders.com-ൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രധാന കാരണമായേക്കാവുന്ന അമിതവണ്ണം അഥവാ ഒബിസിറ്റി എന്ന ലൈഫ് സ്റ്റൈൽ ഡിസ്കസിനെ കുറിച്ചാണ്. എന്താണ് ഒബിസിറ്റി അഥവാ അമിതവണ്ണം? WHO പഠനങ്ങൾ അനുസരിച്ച് ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ ഡിസീസ്, ബ്ലഡ് പ്രഷർ, ക്യാൻസർ, ആർത്രൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളുടെ എപ്പിസെന്റർ എന്ന് പറയുന്നത്. ഒരാളുടെ BMI 23-25 വരെയാണെങ്കിൽ അയാൾ ഓവർ വെയ്റ്റ് കാറ്റഗറിയിലും BMI 25-ന് മുകളിലാണെങ്കിൽ ഒബീസ് കാറ്റഗറിയിലും ഉൾപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ഒബിസിറ്റി അഥവാ അമിതവണ്ണം പല ജീവിതശൈലി രോഗങ്ങൾക്കും മൂലകാരണമായി തീരുന്നത്? അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ ലഭിക്കുന്ന ഗ്ലൂക്കോസും രക്തത്തിലൂടെ ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ പ്രവേശിച്ച് മെറ്റാബോളിസം നടന്നാൽ മാത്രമേ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. നമ്മുടെ ശരീരത്തിലുള്ള ആർട്ടറീസിൻ്റെയും വെയിൻസിൻ്റെയും മൊത്തം നീളം സ്ട്രെയിറ്റ് ലൈനിൽ നോക്കിയാൽ ഏകദേശം 70,000 കിലോമീറ്റർ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. അതായത് നമ്മുടെ ഭൂമിയെ 3 പ്രാവശ്യം വലം വെക്കുന്ന ദൂരം. ഇത്രയും ദൂരം രക്തം പമ്പ് ചെയ്യുന്ന, ഒട്ടും റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്ന ഓർഗനാണ് നമ്മുടെ ഹാർട്ട്. മുകളിൽ പ്രതിപാദിച്ച പോലെ അമിതവണ്ണം ഇല്ലാത്ത ഒരാളുടെ ഡാറ്റയാണ്. എന്നാൽ നോർമൽ വെയിറ്റിൽ നിന്നും 1 കിലോഗ്രാം വെയിറ്റ് അധികമായാൽ നമ്മുടെ സർക്കുലേറ്ററി ലെങ്ത് ഏകദേശം 3 കിലോമീറ്റർ വർദ്ധിക്കുകയെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഇത് ഹാർട്ടിന് കൂടുതൽ വർക്ക് ലോഡ് ഉണ്ടാക്കുകയും ടിഷ്യൂവിലും മറ്റും ആവശ്യത്തിന് ഓക്സിജൻ സപ്ലൈ ലഭിക്കാതാവുകയും ചെയ്യും. അത് മറ്റ് സീരിയസ് ആയ ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അമിതവണ്ണത്തിന് പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. ഒന്നാമത്തത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. പണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ വീട്ടിലും പറമ്പിലും പല വിധത്തിലുള്ള ജോലികൾ ചെയ്തിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി മാറി. ഇപ്പോൾ ലിംഗഭേദമന്യേ വീട്ടിൽ ജോലി ചെയ്തിട്ടുള്ള അവസരം പണ്ടത്തെ അപേക്ഷിച്ച് കുറയുകയും ജോലികൾ കൂടുതലും മെക്കാനൈസ്ഡ് ആയിട്ട് മാറുന്നു. ഇങ്ങനെ ഇപ്പോൾ മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ എന്നിവയുടെ ഉപയോഗം കാരണമായി തീർന്നിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ ശരീരത്തിൽ എത്തിച്ചേരുന്ന കൊഴുപ്പും ഗ്ലൂക്കോസും എനർജിയായി മാറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി വല്ലാതെ കുറയ്ക്കുന്നതിന് ഒരു പരിധിവരെ കാരണമായി തീരുന്നു. ആഹാരത്തിലൂടെ ലഭിക്കുന്ന കലോറിയിൽ ഒരാളുടെ ജീവിതശൈലി പ്രകാരമുള്ള എനർജി ഡിമാൻഡ് മീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന കലോറി ലിവറിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയും അവിടെ വെച്ച് എക്സസ് കലോറിയെ കൊഴുപ്പും കൊളസ്ട്രോളുമായി കൺവേർട്ട് ചെയ്ത് സൂക്ഷിക്കുന്നു. ഭാവിയിൽ കലോറി സ്കേഴ്സിറ്റി ഉണ്ടായാൽ സ്റ്റോർഡ് സോഴ്സിൽ നിന്നും എടുത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ കരുതലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോസസ്സ് ആണിത്. അതുകൊണ്ട് തന്നെ അധികം ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ ജീവിതശൈലിയുള്ളവർ നാൾക്ക് നാൾ തടിച്ചു വരികയും ചെയ്യും. അമിതവണ്ണത്തിൻ്റെ രണ്ടാമത്തെ കാരണം നാം കഴിക്കുന്ന ഡയറ്ററി ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽസ് ആണ്. നമുക്കറിയാവുന്ന പോലെ ഇന്ന് വെജ് ഓർ നോൺ വെജ് ഭേദമില്ലാതെ നമ്മുടെ ഭക്ഷണത്തിനെല്ലാം ധാരാളം ഓയിൽസ് അടങ്ങിയിരിക്കുന്നു. ഓയിൽ ചേരാത്ത ഭക്ഷണം ഒട്ടും ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് തോന്നാറില്ല. ഫാക്ടറി ആസിഡ് ഓർ ഓയിൽസ് എനർജിയുടെ പ്രധാന റിസോഴ്സ് ആയതുകൊണ്ട് നമ്മുടെ ശരീരം അതിനെ പരമാവധി ഒബ്സർവ് ചെയ്ത് സൂക്ഷിക്കുന്നു. ഇത് അമിതവണ്ണത്തിന് പ്രധാന കാരണമാകുന്നതോടൊപ്പം ഫാറ്റി ലിവർ ഡിസീസ്, ട്രൈഗ്ലിസറൈഡ്സ്, ഡയറ്ററി കൊളസ്ട്രോൾ എന്നിവയ്ക്ക് പ്രധാന കാരണമായി തീരുന്നു. അമിതവണ്ണത്തിന്റെ മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം നാം കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് അഥവാ ധാന്യഭക്ഷണങ്ങളാണ്. നമ്മുടെ ഡയറ്റിൽ 90% കാർബോഹൈഡ്രേറ്റ്സ് ആണ്. നാം നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മളിലെത്തുന്ന ഗ്ലൂക്കോസ് ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്ക് അനുപാതികമായി എനർജിയായി മാറ്റപ്പെടുകയും ബാക്കിയുള്ള എക്സസ് ഗ്ലൂക്കോസ് നമ്മുടെ ലിവറിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടുകയും അത് അവിടെ വെച്ച് ഗ്ലൈക്കോളിസിസ് എന്ന പ്രോസസ്സിലൂടെ ഫാറ്റും കൊളസ്ട്രോളും മാറ്റി സ്റ്റോർ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതായത് നാം അധികമായി കഴിക്കുന്ന ധാന്യഭക്ഷണങ്ങളാണ് അമിതവണ്ണത്തിന് പ്രധാന കാരണം തന്നെ. ചിലർ പറയാറുണ്ട്, ഡോക്ടർ ഞാൻ നോൺ വെജ് തീരെ കഴിക്കാറില്ല എന്നിട്ടും വല്ലാതെ തടി വയ്ക്കുന്നു എന്ന്. ഒബിസിറ്റി ഉണ്ടാകാൻ നോൺ വെജ് കഴിക്കണമെന്നില്ല. അതിലും പ്രധാനം നാം കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ്, ധാന്യഭക്ഷണങ്ങളാണ്. നാം ഇതുവരെയും ഡിസ്കസ് ചെയ്തതിൽ നമ്മുടെ അമിതവണ്ണത്തിന് പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ്: സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഡയറ്ററി ഫാറ്റ്, എക്സസ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് കൺവേർഷൻ ഇൻടു ഫാറ്റ് ആൻഡ് കൊളസ്ട്രോൾ എന്നിവയാണെന്ന് മനസ്സിലാക്കാം. അമിതവണ്ണത്തിന് എന്താണ് ഒരു പരിഹാരം? പലരും പലതരത്തിലുള്ള പരസ്യങ്ങളിലും ചെന്ന് കയ്യിലെ പണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവരും, അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾക്കറിയാമാകണമെന്നില്ല, ഏകദേശം 15-20 വർഷം മുമ്പ് അലോപ്പതിയിൽ അമിതവണ്ണം കുറയ്ക്കുന്നതിന് വളരെ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഒരു മരുന്നാണ് സൈബുട്രാമിൻ. ഇത് തലച്ചോറിൽ ആക്ട് ചെയ്ത് നമ്മുടെ സാറ്റിറ്റി വരുത്തി ഭക്ഷണം കുറയ്ക്കാൻ സഹായിച്ചു വരുന്ന ഒരു ഫോർമേഷൻ ആയിരുന്നു.
എന്നാൽ ഏകദേശം 4-5 വർഷത്തെ ഉപയോഗത്തിന് ശേഷം FDA ഈ മരുന്ന് ഉപയോഗിച്ചവർക്ക് ഡിപ്രഷൻ, സൂയിസൈഡിംഗ് ടെൻഡൻസി, ക്യാൻസർ എന്നീ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കിയത്. ഇതിന്റെ ഉപയോഗം ബാൻ ചെയ്യുകയാണ് ഉണ്ടായത്. അമിതവണ്ണം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ പ്രധാനമായും 3 കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നതായിരിക്കണം. 1, മരുന്ന് വളരെ സേഫ് ആയിരിക്കണം. 2, നാം കഴിക്കുന്ന ആഹാരത്തിലെ ഓയിൽസിനെ ഫിൽട്ടർ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. 3, നാം കഴിക്കുന്ന അധികമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ ഫാറ്റും കൊളസ്ട്രോളുമായി മാറ്റപ്പെടുന്ന പ്രോസസ്സിനെ നിയന്ത്രിക്കുന്നതുമായിരിക്കണം. 4, ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുന്ന ശീലത്തിലേക്ക് എത്തിക്കുന്ന പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ഈ മേൽ പറഞ്ഞ 4 ഗുണങ്ങളും ചേർന്ന ഒരു ഫോർമുലേഷനെ നമുക്ക് ഐഡിയൽ ഒബിസിറ്റി മാനേജ്മെന്റ് ഫോർമുല എന്ന് വിളിക്കാവുന്നതാണ്. മാത്രമല്ല, ഒബിസിറ്റി മാനേജ്മെന്റ് ഡ്രഗ്സ് 3 മുതൽ 6 മാസമെങ്കിലും കഴിച്ചാലേ അതിന്റെ റിസൾട്ട് എക്സ്പീരിയൻസ് ആവുകയുള്ളൂ. അതിന് തയ്യാറുള്ളവർ മാത്രമേ ഇങ്ങനെയുള്ള ഫോർമുലേഷൻസ് ഉപയോഗിക്കാൻ ശ്രമിക്കാൻ പാടുള്ളൂ. അല്ലാതെ 1-2 ആഴ്ചകൾ ഉപയോഗിച്ച് നിർത്തുന്നവർക്ക് ഇങ്ങനെയുള്ള ഫോർമുലേഷൻസിന്റെ ഗുണം ലഭിക്കുകയില്ലെന്നും എടുത്തു പറയട്ടെ. അമിതവണ്ണം നിയന്ത്രിക്കുന്നതിന് വളരെ സേഫ് ആയിട്ടുള്ളതും ഏകദേശം 6 മാസത്തെ ഉപയോഗം കൊണ്ട് ഒരു 15 മുതൽ 20 കിലോഗ്രാം വരെ വെയിറ്റ് റിഡക്ഷൻ ലഭിക്കുന്നതുമായ നാച്ചുറൽ ഫോർമുലേഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് ഞങ്ങളുടെ lifestyledisorders.com ആരോഗ്യ വിദഗ്ധരുമായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. ഫോർ ഓൺലൈൻ കൺസൾട്ടേഷൻ www.lifestyledisorders.com. കൂടാതെ ഞങ്ങളുടെ ടെലിഫോൺ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും lifestyledisorders.com ആരോഗ്യ വിദഗ്ധരുമായി ബന്ധപ്പെടണം.